അത്രയേറെ അഴിമതിയാണ് ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളെ കണ്ട് കേട്ട് വരികയാണ്. അഴിമതി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ തീരുമില്ല. LDF എന്ന് പറയുന്ന ഈ പാർട്ടിയെ ജനങ്ങൾ അത്രയേറെ വെറുത്തുപോയി. ഇപ്പൊ കൊടുക്കുന്ന അദ്ദേഹം പറഞ്ഞല്ലോ, അതേ കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി കറക്റ്റ് കോൺഗ്രസ് ജയിക്കും. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ജനഹിതം അറിയാൻ നമ്മൾ വന്നിരിക്കുന്നത് കൊങ്ങണത്ത്, അരുവിക്കര നിയോജക മണ്ഡലത്തിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ കൊങ്ങണത്ത്. നമുക്ക് ജനഹിതം അറിയാം. കഴിഞ്ഞ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയൊരു അട്ടിമറി വിജയമായിരുന്നു കോൺഗ്രസ് നേടിയത്. അതായത് ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ട എന്ന രീതിയിൽ പറയാൻ കഴിയുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. ഇവിടെ ആരൊക്കെയായിരിക്കും മത്സരിക്കാൻ സാധ്യത? ആര് ജയിക്കാനാണ് സാധ്യത? ആര് പിടിക്കും? പ്രാവശ്യം ഇടതുപക്ഷം പിടിക്കാനാണ് സാധ്യത. ഇടതുപക്ഷ അധികാരത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? എന്തുകൊണ്ടെന്ന് പറയുമ്പോൾ വർഗീയ ചേരിചെരിവ് ഇവിടെ ഉണ്ടാവുന്നുണ്ട് കൂടുതലായിട്ടും. ഇപ്പം കോൺഗ്രസ് ജയിച്ചാലും BJP ജയിച്ചാലും ശരിയല്ല. ഇപ്പോൾ കോൺഗ്രസ് ജയിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവർ നേരെ BJPയിലോട്ട് പോവുകയാണ്. ഇപ്പം തന്നെ 5000 കോടി രൂപ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു എന്നിപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാരണം കൊണ്ട് ഒരിക്കലും ഇവർ ജയിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ആഗ്രഹം. കോൺഗ്രസ് ജയിക്കാൻ പാടില്ല, കോൺഗ്രസ് ജയിക്കാനും പാടില്ല, BJP ജയിക്കാനും പാടില്ല. ഇടതുപക്ഷം ജയിക്കണമെന്നാണ്. ഇടതുപക്ഷം ജയിക്കും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതായത് കേരളത്തിലെ സംബന്ധിച്ചോളം കേരളത്തിലെ ജനങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി ഇടതുപക്ഷം എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷം ജയിക്കാനുള്ള സാധ്യത ഉണ്ടോ? ഇടതുപക്ഷം എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നാണ് നിങ്ങൾ പറയുന്നത്? സ്വാഭാവികമായി വാർത്തകൾ വരുന്നത് ഇപ്പോൾ പെൻഷൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ മറ്റേ ഇപ്പം വനംവകുപ്പിൻ്റെ ഭാഗത്താണെങ്കിലും ആരോഗ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് പല ആരോപണങ്ങളും, അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസും BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും. ഈ സാഹചര്യത്തിൽ ഒരു രണ്ടാം പിണറായി സർക്കാരിന് വലിയ ഇടിവുണ്ടാകുന്ന എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വരുമ്പം ഇവിടെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടോ? തീർച്ചയായും ജയിക്കും. കാരണം ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളപ്പൊക്കം വന്ന സമയത്ത് തന്നെ കൊടുത്ത അരിയുടെ കാശ് തിരികെ പിടിച്ചതും അതുപോലെ ദുരിതാശ്വാസത്തിന് വേണ്ടി ഉപയോഗിച്ച ഇതെല്ലാം ഇവർ വെട്ടിച്ചുരുക്കിയത്. ഇപ്പോൾ 58,000 കോടി രൂപ നികുതി പണം തന്നെ കേരളത്തിന് കൊടുക്കാനുണ്ട്. അതായത് കേന്ദ്രം വെട്ടിക്കുറച്ച് കേരളത്തിന് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ നിർമ്മല സീതാരാമൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നിർമ്മല സീതാരാമൻ കൃത്യമായ കണക്കുകൾ പറഞ്ഞുകൊണ്ടൊക്കെ ഒരു പ്രസ്താവനയൊക്കെ ഇറക്കിയല്ലോ. അവർ BJPയുടെ ആളല്ലേ, സ്വാഭാവികമായിട്ട് പറയും. തീർച്ചയായും അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായിട്ട് നിൽക്കും. ഇത്തവണ പിന്നെ ഇവിടെ ആര് വിജയിക്കാനാണ് സാധ്യത? ചേട്ടൻ എന്താ തോന്നുന്നത്? സമ്പത്തിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അടൂർ പ്രകാശ് അധികാരത്തിൽ വന്നത്. പക്ഷേ അദ്ദേഹം ഈ 5 വർഷക്കാലം കൊണ്ട് ഈ മണ്ഡലത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും ചെയ്തിട്ടില്ല. യാതൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഇവിടെ ഉദാഹരണത്തിന് നമുക്ക് ഈ കൊങ്ങണത്തെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. ഈ ജയിച്ചു പോയതിനു ശേഷം ഈ MP നമ്മൾ ആരും കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് പിന്നെ LDFൻ്റെ ഒരു MP ഇനി ഇവിടെ വരില്ല എന്നുള്ളത് ഉറപ്പിച്ച് ഞാൻ പറയുന്നത്. കാര്യം അത്രയേറെ അഴിമതിയാണ് ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളെ കണ്ട് കേട്ട് വരികയാണ്. നമുക്കറിയാം അഴിമതി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ തീരുമില്ല. അത്രമേൽ അഴിമതിയാണ് ഈ സംസ്ഥാന സർക്കാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 1ഉം 2ഉം കാര്യങ്ങളല്ല എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് സംഗതികൾ നമുക്ക് എടുത്തു പറയാനുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരിക്കലും ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇനി അധികാരത്തിൽ വരില്ല. ഇവിടെ BJPയുടെ മുരളീധരനാണ് ഇവിടെ മത്സരിക്കുന്നത്. നമുക്ക് പക്ഷേ VS ജോയിയാണ് മത്സരിക്കുന്നതെങ്കിൽ ഇടതുപക്ഷം ജയിക്കാനുള്ള സാധ്യതയില്ല. അതേ ഒരു ജനകീയനായ പിന്നെ നേതാവല്ലേ, ഒരു MLA അല്ലേ? ജനകീയനായ നേതാവ് വന്നാൽ LDF അല്ലേ? അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ അത്രയേറെ ജനങ്ങൾ വെറുത്തുപോയി. അതായത് അയാളും നല്ല ആളാണെങ്കിൽ അയാളെ പാർട്ടി കച്ചിത്തിരുമ്പി തൊടുവില്ല. കാര്യം അത്രയേറെ ജനങ്ങൾ വെറുത്തുപോയി. LDF എന്ന് പറയുന്ന ഈ പാർട്ടിയെ ജനങ്ങൾ അത്രയേറെ വെറുത്തുപോയി. അതുകൊണ്ട് പറയുന്നുണ്ടല്ലോ ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ നമുക്കറിയാം ഓക്കി പോലുള്ള ദുരന്തങ്ങൾ വന്നപ്പോൾ നമുക്കറിയാം പിണറായി വിജയൻ ഈ തീരപ്രദേശത്ത് നിന്നപ്പോൾ അവിടുത്തെ ഉള്ള മത്സ്യത്തൊഴിലാളികൾ ഓട്ടിച്ച് വിട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാൻ പറ്റുമോ? ശരിയാ തെറ്റാ? അവിടെ അപ്പോഴവിടെ എത്തിയതാരാണ്? നിർമ്മല സീതാരാമൻ അവിടെ എത്തി. ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർക്കൊരു ആശ്വാസം പകർന്നു കൊടുത്ത നിർമ്മല സീതാരാമനാണ്. ഇത്രയും കാലം നിർമ്മല സീതാരാമൻ അടക്കമുള്ള ആളുകൾ എവിടെയായിരുന്നു എന്നാണ് പിന്നെ കോൺഗ്രസും CPM ഒക്കെ ചോദിക്കുന്നത്. അതായത് ഇതുവരെ അതായത് എല്ലാ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഇതുവരെ BJPയെ ലോക്സഭാ മണ്ഡലത്തിലേക്ക് കയറ്റിയിട്ടില്ലാത്ത ജനതയാണ് കേരള ജനത. അങ്ങനെയുള്ളവർ ഇത്തവണയും കയറ്റില്ല. ഇനി 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പ്രതീക്ഷ വെച്ചാലും ഒരു ലോക്സഭാ മണ്ഡലത്തിലും BJP അധികാരത്തിൽ കയറ്റില്ല എന്ന് പറയുന്നുണ്ട് ഇടതുപക്ഷവും. അത് BJP എവിടെ ആയിരുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി ഞാൻ പറയാം.
കാരണം ഇപ്പോൾ 5 വർഷം കൊണ്ടാണ് കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്നിട്ടുള്ളത്. 10 വർഷം, ഇത് 10 വർഷമാവാൻ പോണ്, 10 വർഷമാവാൻ പോണ്, 10 വർഷമാവാൻ പോണ്. അപ്പോൾ ഇപ്പോഴാണ് BJPക്ക് അധികാരം കിട്ടിയത്. എന്ത് അധികാരം കിട്ടിയത്? കേന്ദ്രത്തിൽ അധികാരം കിട്ടിയിട്ട് 10 വർഷമായി. അതിനു മുമ്പ് കിട്ടിയിട്ടുണ്ടല്ലോ. അതിന് മുമ്പ് കിട്ടിയിട്ടെന്ന് പറഞ്ഞാൽ വാജ്പേയി ഇരുന്ന സമയത്താണ്. അതെ. ആ സമയത്തും കേരളത്തിൽ കിട്ടേണ്ട എല്ലാ വിഹിതങ്ങളും ഈ സംസ്ഥാനത്തിന് കൊടുക്കാനുള്ള എല്ലാ വിഹിതങ്ങളും കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾക്കൊപ്പം തന്നെ BJP നിന്നിട്ടുണ്ട്. വാജ്പേയിയുടെ സമയത്ത് അന്നും ഒന്നും ഇതുവരെ അധികാരത്തിലെത്താൻ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വിജയിച്ചു വരാൻ ഒരു ലോക്സഭാ സ്ഥാനാർത്ഥി പോലും ഇല്ലാതായി BJP. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ LDF, UDF ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ കേരളത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വർഗീയ പാർട്ടിയാണെന്നുള്ളത് അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടാണ് ഇവർ രണ്ടുപേരും BJP ജയിക്കാൻ സാധ്യതയുള്ള എല്ലാ മണ്ഡലങ്ങളിലും അവിടുത്തെ വോട്ടുകൾ ഈ LDF, UDF തമ്മിൽ അവർ അട്ടിമറിക്കുകയാണ്. അതുകൊണ്ടാണ് BJP കേരളത്തിൽ BJP അധികാരത്തിൽ വരാതിരുന്നത്. പക്ഷേ ഇന്ന് തീർച്ചയായിട്ടും ഇത്തവണ ആറ്റിങ്ങൽ എന്ന് പറയുമ്പോൾ ഇവിടെ A ക്ലാസ് മണ്ഡലമാണ് ആറ്റിങ്ങൽ. കിട്ടും. അതാണ് തന്നെയാണ് നമ്മളെ പ്രതീക്ഷ. ഉറപ്പാണ്, അത് തന്നെയാണ് നമ്മളെ പ്രതീക്ഷ. ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. ആര് നിന്നാലും കിട്ടും. ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം പറഞ്ഞെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എനിക്കൊരു അഭിപ്രായം പറയാനില്ല. കാര്യം കേരളത്തെ നല്ല രീതിയിൽ ഭരിക്കാൻ കഴിവുള്ള ഏത് പാർട്ടിയാണെന്ന് ഞാൻ അവരോട് സഹകരിക്കും. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഏത് പാർട്ടിക്കാണ് കേരളത്തെ അത് ഭരണം കണ്ടാലേ പറയാൻ പറ്റും. ഭരണം 10 വർഷമായിട്ട് കാണുന്നില്ല. 10 വർഷം പല രാഷ്ട്രീയമാണ്. എങ്കിലും ചേട്ടൻ്റെ ആര് ഭരിച്ചാലും ആ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പുറത്താക്കാനായിട്ട് മറ്റുള്ള പാർട്ടിക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെ ഭരിക്കാൻ പറ്റും എന്ന് ചിന്തിക്കണം. അപ്പൊ ആര് നല്ല കാഴ്ച വെക്കുന്നത് അവരോട് അത് ഏത് പാർട്ടിയാണ്? ഞാൻ ചോദിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു, ഇനി എത്ര നാളുകൂടെ വേണം ചേട്ടൻ? എനിക്ക് വ്യക്തിപരമായിട്ടൊരു പാർട്ടിയില്ല. വ്യക്തിപരമായിട്ടൊരു പാർട്ടി അല്ല, എങ്കിലും അത് അങ്ങനെയുള്ള ഒരു അഭിപ്രായമാണ് നമുക്ക് വേണ്ടത്. അതായത് ചേട്ടന് ഒരു യഥാർത്ഥ ജനാധിപത്യ വിശ്വാസി എന്ന രീതിയിൽ ചേട്ടന് ആര് വിജയിച്ചു വരണം? അടൂർ പ്രകാശ് ആണെങ്കിൽ അടൂർ പ്രകാശ്, അല്ല പിന്നെ സമ്പത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ VS ജോയിയോ ആണെങ്കിൽ VS ജോയി, അതുമല്ല ഇനിയും വി മുരളീധരനാണെങ്കിൽ വി മുരളീധരൻ, ആര് വിജയിച്ചു വരണം? ശക്തമായ ഒരു പാർട്ടിയിൽ നിൽക്കുക ഇന്നത്തെ ജനങ്ങൾക്ക് കഴിയില്ല. അത് കഴിയില്ല. മനസ്സിലായില്ലേ? സാഹചര്യം അനുസരിച്ച് ഇന്നിപ്പോൾ സംസാരിക്കണം, ഞാൻ ഒരു പാർട്ടിയെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നാളെ ഞാൻ വേറെ പാർട്ടിയിലേക്ക് പോകും. അങ്ങനത്തെ കാലമാണ്. പിന്നെ ആരാരെ സഹായിക്കുന്നു അവര് അഭിപ്രായത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. എൻ്റെ അഭിപ്രായം പറയണമെങ്കിൽ ഈ നമ്മുടെ ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ഒരു ഭരണമാറ്റം വരണം. അതായത് കോൺഗ്രസ് മാറണം. കോൺഗ്രസോ അല്ലെങ്കിൽ LDF ഏതോ ഒരു മാറ്റം വരണം. BJP വരണം. അത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല. ഒരു ഭരണമാറ്റം ഉണ്ടാവും ആയിരിക്കും. അപ്പോഴേ അതാണെന്ന് മനസ്സിലാക്കണമല്ലോ. BJP അങ്ങനെ വരണം. കാര്യം ആറ്റിങ്ങലില് ഇടതും കോൺഗ്രസും മാറി ഭരിക്കുന്ന സ്ഥലമാണ്. അതാണല്ലോ. അപ്പം അതായത് വി മുരളീധരൻ അവിടെ മുരളീധരനെന്നോ അല്ലെങ്കിൽ മറ്റേ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അങ്ങനെ അല്ല, ഒരു മാറ്റം ഭരണത്തിന് വരണം. അടൂർ പ്രകാശ് മാറി വേറെ ആള് വരണം എന്നാണ് ചേട്ടന്റെ അഭിപ്രായം. അതിന് വ്യത്യാസമൊന്നുമില്ല. അത് നല്ലതാണ്. വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. കാര്യം നാട് നന്നാവാൻ വേണ്ടി. ആ ഒരു അഭിപ്രായക്കാർ നാട് നന്നാവണം. ആര് ഭരിച്ചാലും നമുക്ക് നാട് നന്നാവണം. അത്രേ ഉള്ളൂ. ആ ഒരു അഭിപ്രായം. ചേട്ടന്റെ അഭിപ്രായം എന്താണ്? BJP അധികാരത്തിൽ വരണം. ഒരു ഭരണമാറ്റം നമ്മളെ കേരളത്തിൽ അത്യാവശ്യമാണ്. BJP അധികാരത്തിൽ വരുമോ? എന്താ ചേട്ടന് തോന്നുന്നത്? വരണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ അട്ടിമറിയൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ മുരളിച്ചേട്ടനാണ് ഇവിടെ മത്സരിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഇവിടെ BJP അധികാരത്തിൽ വരും. ഒരു ഭരണമാറ്റം നമുക്ക് അത്യാവശ്യമാണ്. കേരളത്തിൽ ഞാൻ 16 വർഷം മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്കറിയാം മഹാരാഷ്ട്ര ആയിരുന്നാലും ഗോവ ആയിരുന്നാലും കർണാടക ആയിരുന്നാലും അവിടെ ഉണ്ടായിട്ടുള്ള വികസനങ്ങളെല്ലാം ശരിക്കും കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഭയങ്കര ഗോവയിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വികസന പദ്ധതികളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ തൊഴിലിനൊരു ബുദ്ധിമുട്ടില്ല. അവിടെ ഉള്ള എല്ലാവർക്കും തൊഴിലുണ്ട്. കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട് 16 വർഷം. ഇവിടുന്ന് പോകുന്ന പല ആൾക്കാർക്കും അവിടെ 25% മേളിൽ മലയാളികളാണ് അവിടെ വർക്ക്. പ്രധാനമന്ത്രി എന്ത് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അത് ഈ കാലം വരെ നടപ്പിലാക്കിയതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. അതായത് കോൺഗ്രസ്സുകാർ പറയുന്നത് എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വരും എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ ഉറപ്പാക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴും തൊഴിലില്ലാത്ത ആളുകളുണ്ട്, അത് നടപ്പിലാക്കിയില്ല. അങ്ങനെയുള്ള അതേപോലെ പെട്രോളിന്റെ വില 50 രൂപയാക്കുമെന്ന് പറഞ്ഞു, അത് നടന്നില്ല. അപ്പൊ അങ്ങനത്തെ ഗ്യാരണ്ടികളൊന്നും നടത്താൻ സാധിക്കാത്ത പ്രധാനമന്ത്രിക്ക് എങ്ങനെയാണ് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശ്ശൂരിൽ വന്ന് കുറെ വാഗ്ദാനങ്ങൾ നൽകാൻ സാധിക്കുക എന്നാണ് കോൺഗ്രസ്സുകാർ LDF ചോദിക്കുന്നത്. എന്താണ് BJP അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇന്നുവരെ 15 ലക്ഷം രൂപ ആരെയും അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളതായിട്ട് പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അത് വ്യാഖ്യാനിച്ച് അതിനെ ആക്കി പറഞ്ഞിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഫേക്ക് തന്നെയാണ്. അത് പ്രധാനമന്ത്രി അക്കൗണ്ടിൽ
വരാനുള്ള ഈ അതായത് ശരി, കള്ളപ്പണം 50 രൂപ കുറയ്ക്കുമെന്ന് പറഞ്ഞതോ? കള്ളപ്പണം വെളുപ്പിച്ച 50 രൂപ കുറയ്ക്കുന്നു പറഞ്ഞതോ? പെട്രോളിന് 50 രൂപ കുറയ്ക്കുമെന്ന് പറഞ്ഞത് സാഹചര്യം അങ്ങനെയാണല്ലോ. 50 രൂപ ആക്കും. അതെ, അതൊക്കെ സാഹചര്യങ്ങൾ അനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. 50 രൂപ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കേരളത്തിലെ പ്രധാനമന്ത്രി 12 രൂപ ഒറ്റയടിക്ക് പെട്രോളിന് വില കുറച്ചിട്ട് കേരളത്തിൽ കുറച്ചില്ലല്ലോ. അതിനുപരി 2 രൂപയും കൂടെ കൂട്ടയിൽ ചെയ്തത്. ഈ കേരളം ഇവിടെ നന്നാക്കാൻ വേണ്ടിയാണ് ഈ മുഖ്യമന്ത്രി നടക്കുന്നത്. അതെ അതെ, അതായത് കേന്ദ്രം അത്രയും കുറച്ചിട്ടും 2 രൂപ സെസ് കൂട്ടിക്കൊണ്ട് എന്താണ് മുഖ്യമന്ത്രി കാണിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ആ നികുതി പണം കൊണ്ടല്ലേ ഇവിടെ ജീവിക്കുന്നത്. ആ. ഈ അവിടെ 40 രൂപയിൽ കിടന്ന പെട്രോളിന്റെ വില ഇന്ന് 110 രൂപ. അതിന് അവർക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ 2 രൂപ സെസ് കൂട്ടിയതിനാണ് ഇവർക്ക് പ്രശ്നം. ആ. മനസ്സിലായില്ലേ? അപ്പോൾ 40 രൂപയിൽ കിടന്ന പെട്രോളാണ്. 40 രൂപയിൽ കിടന്ന പെട്രോളിന് 110 രൂപയാണ് ഇന്നത്തെ വില. അത് കൂട്ടിയത് ആരാണ് കൂട്ടിയത്? അതായത് ഭീമമായ ഒരു തുക കൂട്ടിയിട്ട് എന്നിട്ട് അവര് ന്യായീകരിക്കുന്നത് എന്താണ് അവരെ ഭീമമായ തുക കൂട്ടി പിന്നെ കുറയ്ക്കുന്നു. അതിലെന്തോന്നും കുറച്ച് ഒന്നും കുറച്ചില്ലല്ലോ. ഒന്നും കുറച്ചിട്ടില്ല. ഇവിടെ 2 രൂപ സെസ് കൂട്ടിയതാണോ ഇപ്പൊ പ്രശ്നം? 2 രൂപ സെസ് കൂട്ടിയിട്ട് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 2 സെസ് കൂട്ടി എന്ന് പറയുന്നത്. എന്നിട്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല എന്നൊരു ആരോപണം വരുന്നില്ലേ? അതിനെന്താ മറുപടി? ക്ഷേമ പെൻഷൻ അവർ എന്നായാലും കൊടുക്കും. ഈ 58,000 കോടി രൂപ നികുതി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാനുള്ള ക്യാഷ് അവർ കൊടുക്കട്ടെ. കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഇവിടെ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് ആ വാക്ക് അദ്ദേഹം പാലിക്കുക തന്നെ ചെയ്യും. പിണറായി വിജയൻ പറഞ്ഞ വാക്ക് പാലിക്കും എന്നാണ് ചേട്ടൻ പറഞ്ഞത്. പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ അല്ല, അധികാരത്തിൽ വരൂ. അദ്ദേഹം പറയുന്ന വാക്കുകൾ കൃത്യമായിട്ട് അദ്ദേഹം പാലിക്കുന്നുണ്ട്. അത് നമ്മൾ കാണുന്നില്ലേ? മുഖ്യമന്ത്രി പിന്നെ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്, കൃത്യമായിട്ട് അദ്ദേഹം നടത്തുന്നുണ്ട്. ക്ഷേമ പെൻഷൻ തന്നെ 2 മാസത്തെ പെൻഷൻ ഇപ്പൊ കൊടുക്കുന്ന അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹം കൊടുക്കും. അദ്ദേഹം നല്ലവനാ. അപ്പം ഇവിടെ ഈ ആറ്റിങ്ങിൽ ആര് വരും? ആറ്റിങ്ങില് ഇനി കൃത്യമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശ് അല്ലാതെ ഇനിയിപ്പം സമ്പത്തൊന്നും വരില്ല. അടൂർ പ്രകാശാനെ പിന്നെയും ചെയ്യും. അദ്ദേഹം ജയിക്കും. കാരണം മുഖ്യമന്ത്രി അതിനകത്ത് വേറെ കളിയുണ്ട്. എന്നാ ഓരോ പഞ്ചായത്തിൽ കള്ള വോട്ട് വന്നിട്ട് 2 ലക്ഷം വോട്ടുണ്ട്. 2 ലക്ഷം വോട്ട്. അതായത് അത് ആര് ചെയ്താ? അത് CPM-ന്റെ വോട്ട്. CPM-ന്റെ കള്ള വോട്ടുകൾ 2 ലക്ഷത്തിന് മുകളിലുണ്ട്. 2 ലക്ഷം പിടിച്ചു. പിടിച്ചതിന് ശേഷമാണ് ഈ അടൂർ പ്രകാശ് ജയിക്കുന്നത്. ആ കള്ളത്തരങ്ങൾ പിടിച്ചത് സത്യമാണ്. ആ വാർത്തകൾ വന്നിരുന്നു തന്നല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി കറക്റ്റ് കോൺഗ്രസ് ജയിക്കൂ. അതായത് വീണ്ടും അടൂർ പ്രകാശ് അധികാരത്തിൽ വരും. അതേ വരുള്ളൂ. എന്നാ പിന്നെ CPM-ന് ഇവിടെ തർക്കിക്കേണ്ട കാര്യമില്ല. എന്നാ CPM ജയിച്ചുകൊണ്ടിരുന്നേന്ന് നമ്മൾ ആ സമ്പത്ത്, അതായത് സമ്പത്ത് വിജയിച്ചത് ഈ 2 ലക്ഷം വോട്ട് കള്ള വോട്ട് കൊണ്ടാണെന്നാണോ പറയുന്നത്? സംശയം തോന്നുന്നു. പിടിച്ചതിന് ശേഷമല്ലേ ഇത് പോയത്. ഓക്കെ, ശരി. ഒരു മിനിറ്റ്. സത്യമാണ്. ഞാൻ കള്ളം പറഞ്ഞല്ല. ചേട്ടന് അഭിപ്രായമുണ്ടോ? അഭിപ്രായമുണ്ട്. സമ്പത്ത് വിജയിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 ലക്ഷം കള്ള വോട്ടാണ്. അതെ, നമുക്ക് കാരണം സമ്പത്ത് പിന്നെ അടൂർ പ്രകാശ് വന്നതിന് ശേഷം ഒരുപാട് കള്ള വോട്ടുകൾ മാറ്റം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും ഒരുപാട് കള്ള വോട്ട് പഴയടുത്തായിട്ട് മാറിക്കിടക്കുന്ന വോട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെയും വോട്ട് ചെയ്യും, ഇവിടെയും ചെയ്യും. ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ തവണത്തെ ഈ ജനങ്ങളുടെ ഒരു പ്രതികരണം, പല സമരങ്ങൾ, ജനങ്ങളുടെ പ്രതികരണം, ഇതൊക്കെ ഈ വരുന്ന ആറ്റിങ്ങൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും തോന്നുന്നുണ്ടോ? പ്രതിഫലിക്കും തീർച്ചയായിട്ടും. എങ്ങനെ, ഏതൊക്കെ തരത്തിൽ? ഇന്നത്തെ ഈ LDF ഗവൺമെൻറ് ഇന്ന് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാതെ, നമുക്കറിയാം പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് 25 ലക്ഷം രൂപ മുടക്കി ഒരു സിറ്റിങ്ങിന് 25 ലക്ഷം രൂപ മുടക്കി ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. 25 ലക്ഷം രൂപ നിങ്ങൾ വാർത്തയിൽ വായിച്ചിട്ടുണ്ട്. ഒരു സിറ്റിങ്ങിന് 25 ലക്ഷം രൂപ മുടക്കിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഈ വീണ വിജയനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ തിരിച്ചടിയായി. വീണ വിജയന്റെ അടുത്ത് അന്വേഷണം വന്നില്ലേ? വലിയ താമസമില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്തും ഈ അന്വേഷണം എത്തും. കൃത്യമായി എത്തും. അപ്പൊ അതൊക്കെ ഇവിടെ പ്രതിഫലിക്കും. അതൊക്കെ ഈ രാജ്യത്ത് ഭരിക്കുന്ന നല്ലൊരു ഗവൺമെന്റ് ഉള്ളത് കൊണ്ടാണ് ഈ അന്വേഷണങ്ങൾ ഈ സംസ്ഥാനത്ത് വീണ വിജയന്റെയും പിന്നെ പിണറായി വിജയന്റെ അടുത്തൊക്കെ ഈ അന്വേഷണങ്ങൾ എത്തണത്. ശരി, ഞാനൊരു കാര്യം ചോദിക്കാം. ഈ അടൂർ പ്രകാശ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ പിന്നെ വി മുരളീധരൻ ചെയ്യുന്നുണ്ട്. അതായത് പിന്നെ ഈ പറഞ്ഞ അടൂർ പ്രകാശിനെ അത്ര ചെറിയൊരു കാൻഡിഡേറ്റ് ആയിട്ട് കാണാൻ സാധിക്കുമോ? നിഷ്പ്രഭമായി ഒരു വലിയൊരു കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ മണ്ഡലത്തിൽ എന്ത് വികസന പ്രവർത്തനം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുമെന്ന് പറയാൻ സാധിക്കുമോ? അതാണ് എന്റെ ചോദ്യം. തീർച്ചയായും
അദ്ദേഹം തോറ്റു പോകും. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, ഈ അടൂർ പ്രകാശിനെ നമ്മൾ ഈ കേന്ദ്രത്തിൽ MP ആയി തെരഞ്ഞെടുത്തിട്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല. ഉണ്ടാവുമോ? അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ 5 വർഷക്കാലം കൊണ്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. തുടർന്ന് കേന്ദ്രത്തിൽ ഇനിയും അയാളെ തെരഞ്ഞെടുത്തിട്ട് കാര്യമില്ല. കേന്ദ്രത്തിൽ ഇനി അയാളെ തെരഞ്ഞെടുത്ത് കാര്യമില്ല. അതുകൊണ്ട് വി മുരളീധരൻ ഇവിടുന്ന് പോകണം. തീർച്ചയായിട്ടും അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ജനങ്ങളുടെ അഭിപ്രായം അത് തന്നെ. കഴിഞ്ഞ തവണ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് മാത്രം വിജയിച്ച CPM-ന് അല്ലെങ്കിൽ CPI-ക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഈ തവണ എത്ര സീറ്റുകൾ വിജയിക്കാൻ സാധിക്കും? ഇപ്രാവശ്യം ഒരു എങ്ങനെയായാലും ഒരു 14 സീറ്റിൽ കുറയാതെ പിടിക്കും. 14 സീറ്റുകൾ തീർച്ചയായിട്ടും ഇടതുപക്ഷം പിടിക്കും. പിടിക്കാത്ത സീറ്റുകൾ ഏതൊക്കെയായിരിക്കും? പിടിക്കാത്ത സീറ്റുകൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങൾ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടി എന്താണ് കേന്ദ്രം ചെയ്യുന്നതെന്ന് ജനങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ തൃശ്ശൂർ പിടിക്കുമെന്ന് പറയുന്നു, കേരളം മൊത്തത്തിൽ പിടിക്കുമെന്ന് പറയുന്നു, ഭാരത് റൈസ് ഇറക്കിയിരിക്കുന്നു. ഈ 10 രൂപയുടെ അരിയാണല്ലോ ഇവരിപ്പോൾ 29 രൂപയ്ക്ക് കൊടുക്കുന്നത് ഇവിടെ. പിന്നെ ഇനിയിപ്പോൾ ഈ രാജ്യത്തെ ഈ ജനങ്ങളെ മാത്രമേ ഉള്ളൂ വിൽക്കാൻ. ഈ കോർപ്പറേറ്റുകൾക്ക് എല്ലാം വിറ്റില്ലേ? നമ്മൾ കാണുന്നതില്ലേ എന്താണുള്ളത് കൊടുക്കാൻ. അദാനിക്ക് അംബാനിക്ക് എഴുതി കൊടുത്തില്ലേ കംപ്ലീറ്റ്. ഇനി ഈ ജനങ്ങൾ മാത്രമുണ്ട് വിൽക്കാൻ. പിന്നെ എന്ന് പറയുമ്പോൾ ഈ BJP-യെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു പോക്കാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് BJP എവിടെയുണ്ടോ ഏത് സംസ്ഥാനത്തുണ്ടോ അവരെ മാത്രം സംരക്ഷിക്കുന്നു. അതെ, അത്രേ ഉള്ളൂ. അത് ഗവർണർമാരെ ഉപയോഗപ്പെടുത്തുന്ന അഭിപ്രായമുണ്ടോ? തീർച്ചയായും ഉണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ കാണിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ. മത്സരം മുറുകുകയാണ്. ത്രികോണ മത്സരം തന്നെയാണ് ആറ്റിങ്ങലിലും നടക്കുവാൻ സാധ്യതകളേറെ. വി മുരളീധരനെ ചെറുത്തു തോൽപ്പിക്കുവാനുള്ള കരുത്തൊന്നും കോൺഗ്രസിനും ഇടതുപക്ഷത്തിനുമില്ല എന്ന് ഒരു ഭാഗം പറയുന്നു. അല്ല, ഇടതുപക്ഷത്തിൻ്റെ വികസന നേട്ടങ്ങളോട് ചോദ്യം ഉന്നയിക്കുവാനുള്ള കരുത്തൊന്നും ഇവിടുത്തെ കോൺഗ്രസിനും BJP-ക്കുമില്ല എന്നൊരു ഭാഗം പറയുന്നു. അടൂർ പ്രകാശ് തന്നെ വീണ്ടും അധികാരത്തിൽ വരും, കള്ളവോട്ടുകൾ പുറത്തു കൊണ്ടുവരും എന്ന് ഉറച്ച നിലപാട് പറയുന്ന മറ്റു ചിലർ. എന്തായാലും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായി നിലനിൽക്കുന്ന ലോക്സഭാ മണ്ഡലം ആറ്റിങ്ങൽ തന്നെയാണ്. അതിൽ സംശയമില്ല. BJP-ക്ക് അത്രമേൽ പ്രതീക്ഷയുള്ള, കോൺഗ്രസിന് പ്രതീക്ഷയുള്ള, ഇടതുപക്ഷത്തിന് പ്രതീക്ഷയുള്ള ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും M5 ന്യൂസ്.